നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. വയനാട് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം കൈമാറി. 2020 സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ സെമിയിൽ കടന്നു. നാളെ ആറ്റുകാൽ പൊങ്കാല. ഈ മാസം 1 ലിറ്റർ റേഷൻ മണ്ണെണ്ണ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും നൽകും. ഹയർ സെക്കൻഡറി പരീക്ഷാ സുരക്ഷയ്ക്ക് ക്യൂ ട്രാക്ക്. UN രക്ഷാസമിതിയിൽ വാക്പോര്. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള മാതൃകാ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നിറഞ്ഞ കവിഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ആദ്യഘട്ടത്തിലെ 178 വീടുകൾ കൈമാറിയ മുഖ്യമന്ത്രി ടൗൺഷിപ്പിലെ 7 സെന്റ് വീതമുള്ള ഭൂമിയുടെ പട്ടയങ്ങളും വിതരണം ചെയ്തു. രാവിലെ ടൗൺഷിപ്പിൽ മന്ത്രി കെ രാജനൊപ്പം എത്തിയ മുഖ്യമന്ത്രി നിർമ്മാണം പൂർത്തിയായ വീടുകൾ സന്ദർശിച്ച് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർ S. സുഹാസ് മുഖ്യമന്ത്രിക്ക് വീടുകളുടെ പ്രത്യേകതകൾ വിവരിച്ചു കൊടുത്തു. കെട്ടിപ്പുണർന്നും സന്തോഷ കണ്ണീർ പൊഴിച്ചുമാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഉദ്ഘാടന വേദിയിലേക്ക് ദുരിതബാധിതർ മന്ത്രി കെ രാജനെ ആനയിച്ചത്. KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. DYFI നൽകുന്ന ടിവികൾ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, സെക്രട്ടറി VK സനോജ് തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി. മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ OR കേളു, AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, MLA മാരായ T. സിദ്ദിഖ്, TP രാമകൃഷ്ണൻ, മുഹമ്മദ് ദേവർകോവിൽ, ചീഫ് സെക്രട്ടറി A. ജയതിരി, റവന്യൂ വകുപ്പ് സെക്രട്ടറി MG രാജാമാണിക്യം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, കളക്ടർ DR മേഘശ്രീ തുടങ്ങിയവർ പ്രസംഗിച്ചു. 2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഇന്ത്യ സെമിയിൽ കടന്നു. 50 പന്തിൽ 97 റൺസ് നേടിയ സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. മറ്റു ബാറ്റർമാർ തുടർച്ചയായി പുറത്തായപ്പോഴും ഒരിടത്ത് അജഞ്ചലനായി ബാറ്റ് ചെയ്ത സഞ്ജു ഇന്ത്യയെ സുരക്ഷിതമായി വിജയത്തിലെത്തിച്ചു. സ്കോർ: വെസ്റ്റ് ഇൻഡീസ് 20 ഓവറിൽ 4-ന് 195. ഇന്ത്യ 19.2 ഓവറിൽ 5-ന് 199. 5-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ. 196 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ മുൻനിരയിൽ അഭിഷേക് ശർമ്മ 10, ഇഷാൻ കിഷൻ 10, സൂര്യകുമാർ യാദവ് 18 എന്നിവർ വേഗത്തിൽ പുറത്തായെങ്കിലും സഞ്ജുവിന്റെ അപരാജിത ഇന്നിംഗ്സ് വിജയത്തിലേക്കുള്ള വാതിൽ തുറന്നു. നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസിനായി അവസാന 5 ഓവറിൽ 70 റൺസ് ചേർത്ത റോവ്മാൻ പവൽ 19 പന്തിൽ 34 നോട്ടൌട്ട്. ജെയ്സൺ ഹോൾഡർ 22 പന്തിൽ 37 സഖ്യമാണ് ടോട്ടൽ 195 എത്തിച്ചത്. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ് നേടി. നാളെ ആറ്റുകാൽ പൊങ്കാല. ഭക്തിയുടെയും അർപ്പണത്തിൻ്റെ വേദിയായി നാളെ നഗരം യാഗശാലയാകും. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കുംഭമാസത്തിലെ പൂരനാളും പൗർണമിയും ഒത്തുചേരുന്ന നാളിൽ രാവിലെ 9:15-ന് ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9:45-ന് പൊങ്കാലയുടെ അടുപ്പുവെട്ട് ചടങ്ങ് നടക്കും. കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം തോറ്റംപാട്ടിന് ശേഷം തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. ഈ ദീപം ശംഖശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും കത്തിക്കും. പണ്ടാര അടുപ്പിൽ പകരുന്ന ദീപം ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് പകരും. ഉച്ചപൂജയ്ക്ക് ശേഷം 2:15-നാണ് പൊങ്കാല സമർപ്പണം. രാത്രി 8:30-നാണ് കുത്തിയോട്ടത്തിനുള്ള ചൂരൽകൂത്ത്. 581 ബാലന്മാർ ചൂരൽകൂത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഭഗവതിയുടെ പുറത്തെഴുന്നള്ളത്ത് ആരംഭിക്കും. 4-ന് രാത്രി 9:45-ന് കാപ്പഴിച്ച് ദേവിയെ കുടിയിറക്കും. രാത്രി 12:45-ന് കുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകും. ചന്ദ്രഗ്രഹണ ദിവസമായതിനാൽ നാളെ ഉച്ചയ്ക്ക് ശേഷം 3:10 മുതൽ രാത്രി 7 വരെ നട അടയ്ക്കും. പൊങ്കാല ദിവസം ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. തിരുവനന്തപുരം നഗരപരിധിയിലെ 28 വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 1 ലിറ്റർ റേഷൻ മണ്ണെണ്ണ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും നൽകും. കേരളത്തിന് അനുവദിച്ച മണ്ണെണ്ണ വിഹിതം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ സ്റ്റോക്ക് കാലിയാക്കാൻ ഈ മാസം എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും 1 ലിറ്റർ വീതം നൽകാൻ തീരുമാനം. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊന്നിൽ മണ്ണെണ്ണ വാങ്ങിയവർക്ക് വീണ്ടും വാങ്ങാനും സാധിക്കും. വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ കാർഡ് ഉടമകൾക്ക് 4 ലിറ്റർ ലഭിക്കും. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജില്ലകൾക്ക് നിർദ്ദേശം നൽകി. സാധാരണ 3 മാസത്തിലൊരിക്കൽ വർഷത്തിൽ 4 ക്വാർട്ടറുകളിലാണ് റേഷൻ മണ്ണെണ്ണ വിതരണം. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ കാർഡിന് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് 1/2 ലിറ്ററുമായിരുന്നു വിഹിതം. ഇങ്ങനെ ജനുവരി, മാർച്ച് വിഹിതം വാങ്ങിയവർക്ക് ഇപ്പോൾ വീണ്ടും വാങ്ങാം.
ഹയർ സെക്കൻഡറി പരീക്ഷാ സുരക്ഷയ്ക്ക് ക്യൂ ട്രാക്ക്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് QR കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൈറ്റ് ക്യൂ ട്രാക്ക് സംവിധാനം കൈറ്റ് പുറത്തിറക്കി. 5-ന് ആരംഭിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ പാക്കറ്റ് തുറക്കുന്നത് മുതൽ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് അയക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും തത്സമയം ട്രാക്ക് ചെയ്യാൻ കഴിയും. പ്രവേശനം മുതൽ ഫലപ്രഖ്യാപനം വരെ മുഴുവൻ പരീക്ഷാ പ്രക്രിയയും പൂർണ്ണമായി ഓട്ടോമേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ സംവിധാനം. ആപ്പിനെക്കുറിച്ചുള്ള വീഡിയോ ട്യൂട്ടോറിയൽ വിക്ടേഴ്സ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ജില്ലാ തലങ്ങളിൽ മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവർക്ക് ഇന്നു മുതൽ ഓൺലൈൻ പരിശീലനം നൽകും. UN രക്ഷാസമിതിയിൽ വാക്പോര്. സൈനിക നീക്കം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത UN രക്ഷാസമിതിയിൽ US, ഇസ്രായേൽ, ഇറാൻ പ്രതിനിധികളുടെ വാക്പോര്. പലതവണ ചർച്ചകൾ നടന്നിട്ടും ആണവായുധം സംബന്ധിച്ച് പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാവാത്തതാണ് ആക്രമണം വിളിച്ചു വരുത്തിയതെന്ന് അത് രാഷ്ട്രീയമല്ല, മറിച്ച് രാജ്യാന്തര സമൂഹത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണെന്നും US പ്രതിനിധി മൈക്ക് വാൾസ് വാദിച്ചു. നിലനിൽപ്പിനുള്ള ഭീഷണി തടയാൻ വ്യോമാക്രമണങ്ങൾ അത്യാവശ്യമാണെന്നും തീവ്രവാദം തടയാൻ കഴിയാത്ത നിലയിലേക്ക് എത്തും മുമ്പ് ഞങ്ങളത് തടയുകയാണെന്നും ഇസ്രായേൽ പ്രതിനിധി ദാനി ദാനൻ വ്യക്തമാക്കി. ഇറാനിൽ നടന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പൗരന്മാർ കൊല്ലപ്പെട്ടെന്നും ഇത് യുദ്ധക്കുറ്റമായും മനുഷ്യരാശിക്കെതിരായുള്ള കുറ്റകൃത്യമായും കണക്കാക്കണമെന്നും ഇറാൻ പ്രതിനിധി അമീർ സെയ്ദ് ഇരവാനി വ്യക്തമാക്കി. അമേരിക്കയുടെ യുദ്ധഭീഷണി സംബന്ധിച്ച് ഇറാൻ നൽകിയ മുന്നറിയിപ്പുകൾ UN അവഗണിച്ചെന്നും ആരോപിച്ചു. വാക്പോരിനിടെ US പ്രതിനിധിയോട് മാന്യമായി സംസാരിക്കണമെന്ന് ഇറാൻ പ്രതിനിധി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുകയും തടവിലാക്കുകയും ചെയ്ത ഒരു ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചാണ് താങ്കൾ സംസാരിക്കുന്നതെന്നും ആ പരാമർശത്തിന് മറുപടിയില്ലെന്നുമായിരുന്നു US പ്രതിനിധിയുടെ പ്രതികരണം. അതേസമയം USഉം ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ നടത്തിയ ആക്രമണത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.